ഈ 3 മക്കൾക്കല്ലാതെ ഒരൊറ്റ ആൾക്കും സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ. ഖുർആൻ അടിവരട്ട് പറഞ്ഞു, വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ. ലോകത്ത് പിന്നീട് അവശേഷിച്ച മനുഷ്യവർഗം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ മാത്രമാക്കി. ബാക്കി ആർക്കും മക്കളുണ്ടായില്ല. അതർത്ഥം അവരുടെ ആയുസ്സോളം ജീവിച്ചാണ് മരിച്ചുപോയി. ഈ 3 മക്കൾക്ക് മാത്രമാണ് പിന്നെ മനുഷ്യൻ കുലം പടർന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ആദം എന്ന പേരിൽ ആരറിയപ്പെടും? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിനെ അറിയപ്പെടും. ആദ്യം എല്ലാ മനുഷ്യന്മാരുടെയും വാപ്പയായിട്ട് ആദം നബി അലൈഹി സ്വലാം വന്നു. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാം ഈ 3 ആളെ വാപ്പയായിട്ട് വന്നു. ഹാമ്, സാമ്, യാഫസ്, ഈ 3 ആളുടെ വാപ്പയായിട്ട് വന്നു. ആ 3 ആളുകൾക്ക് പിന്നീട് തൂഫാന്റെ ശേഷം മക്കൾ ജനിച്ചിട്ടുള്ളൂ. ബാക്കി ലോകത്തുനിന്ന് ജീവിക്കുന്ന യജൂജ് മൗജൂജ് ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ഈ 3 മക്കളുടെ പരമ്പരയാണ്, അല്ലാതെ മക്കളുണ്ടായിട്ടില്ല. അപ്പൊ അതിൽപ്പെട്ട സാമിന്റെ മക്കൾ പരമ്പരയിലാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. സെമിറ്റിക് വർഗം എന്ന് പറയുന്ന ഈ സാമിന്റെ മക്കൾ വർഗത്തിലാണ്. സെമിറ്റിക് വർഗം വലിയ സംസ്കാര സമ്പന്നരായ വലിയ ജനവിഭാഗം മുഴുവനും ഈ സാമിന്റെ മക്കൾ പരമ്പരയില്ല. അതിൽ വന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനാവുന്ന ഇസ്മായിൽ അലൈഹി സ്വലാം മുഖേനയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുതുകിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് മജാസാണ് എന്ന് മനസ്സിലാക്കുക. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുതുകിലല്ല, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ നിന്ന് ജനിച്ച മകന്റെ മുതുകിലായിരുന്നു. എന്നാലും നൂഹ് നബിന്റെ മുതുക് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ കപ്പൽ കയറുന്നതിന് മുമ്പ് തന്നെ സാമ് ജനിച്ചിട്ടുണ്ട്. കപ്പലിൽ കയറിയതിന് ശേഷം പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന് മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഹദീസിൽ എന്തോ തകരാറുണ്ടോ? തകരാറല്ല, അത് സാധാരണ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. അത് നബി അലൈഹി സ്വലാമിനെ പറ്റി തന്നെ പറഞ്ഞോടത്ത് പറഞ്ഞില്ലേ, ജഅലഹു ശുറകാ ഫീമാ ആതാഹുമാ. കൊടുത്തതിൽ അവരുടെ മക്കൾ പരമ്പര വാപ്പാക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഈ മഹത്തായ അനുഗ്രഹം സ്മരിക്കേണ്ടിയിരുന്നു. അത് അവഗണിച്ചുകൊണ്ട് പിൽക്കാലത്ത് ആ മക്കൾ പരമ്പരയിൽ അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കുന്ന ആളുകൾ ഉണ്ടായിത്തീർന്നു. എന്നിട്ട് ആദനബീന അവിടെ നേരിട്ട് കാണുന്നത് അങ്ങനെയൊക്കെ പറയും. അത് സാധാരണ ഭാഷയിൽ അനുവദനീയമാണ്. ഏതായാലും ആട്ടെ, നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിൽ രക്ഷപ്പെടാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യം കാരണമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വക്കാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാമിന ഉൽഖിയ ഫിന്നാർ. നമ്രൂദ് ചക്രവർത്തി അഗ്നികുണ്ടാരത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഹബീബ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ആകെ കൺഫ്യൂഷൻ. അപ്പം ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നമ്മൾ പറഞ്ഞു, ഈ അഗ്നികുണ്ടാരമേ ഇബ്രാഹിമിന് നീ രക്ഷയും സമാധാനവും ആവണം എന്ന് ഞാൻ ഓർഡർ ചെയ്തു. മങ്കൂസ് മൗലൂദാർ എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ ആരുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ മദ്യാക്കേനി. പിന്നെ കുറച്ചിപ്പുറം വന്ന് മൊയ്യദ്ദീൻ മൗലൂദിൽ എത്തി നോക്കുമ്പോഴാണ് പടച്ചോനെ അവിടെ ഒന്നും നിൽക്കണില്ല. ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത്. ഇപ്പൊ നിങ്ങൾ മങ്കൂസ് മൗലൂദാണോ എടുക്കുന്നത്, മൊയ്യദ്ദീൻ മൗലൂദാണ് എടുക്കുന്നത്, അള്ളാഹിന്റെ ഖുർആനോ എടുക്കുന്നത്? മൗലവിന്റെ ചോദ്യം നല്ല ചോദ്യമാണ്. ചോദ്യമൊന്നും മോശമില്ല, നല്ല ചോദ്യമാണ് അല്ലേ? ചിലവർക്കൊക്കെ കൺഫ്യൂഷനാകാൻ അത് മതിയാണ്. എന്തായാലും ഖുർആനാണല്ലോ തെറ്റില്ലാത്ത, അത് എടുക്കാൻ. മറ്റേതൊക്കെ ഒഴിവാക്കണ്ട, അതും ഒക്കെ എടുത്തോളി. ഒന്ന് എടുത്തോണ്ട് ഒന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ നേരത്തെ പറഞ്ഞേക്ക് ഈ സൂചിക്കഴയിലൂടെ കാണുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രയാസം. കുറച്ചൊന്ന് വിശാലമായിട്ട് ചിന്തിച്ചാൽ അതിലൊന്നും ഒരു കുഴപ്പമില്ലേ. കുൽനായാറുകുനി വർദ്ധ വസലാമൻ അലാ ഇബ്രാഹിം അള്ള പറഞ്ഞു. അള്ള പറഞ്ഞിട്ട് തന്നെയാണ് എന്തുണ്ടായത്? രക്ഷപ്പെട്ടത്. പക്ഷേ ഇത് പറയാൻ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ഇടയാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചതൊരു കാരണമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു തആല നബി തങ്ങളുടെ പേരമക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. അവരുടെ സാന്നിധ്യം ഈ രക്ഷയുടെ കാരണങ്ങളിൽപ്പെട്ട മറ്റൊരു കാരണമാണ്. ഇങ്ങനെ ഒന്നിലധികം കാരണം ഉണ്ടാകാം. കാരണത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ പ്രശ്നത്തിന് കുഴപ്പമൊന്നും വരൂല. സാധാരണ വരുന്നതാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും. നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം
മരിപ്പിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതേ ഖുർആനിൽ തന്നെ പുറത്ത് അല്ലാഹു തആല എന്താ പറയുന്നത്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണമടുത്ത സമയത്ത് മനുഷ്യരെ റൂഹ് പിടിച്ച് മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ ഖുർആൻ തമ്മിൽ വൈരുദ്ധ്യ അല്ലല്ല, മരണം പടക്കുന്നവൻ അള്ളയാണ്. ആ അടിസ്ഥാനത്തിൽ അതാണ് ശരി. എന്നാൽ അതിന്റെ കാരണങ്ങളിൽപ്പെട്ട കാരണമാണ് ഇസ്രായേൽ അലൈഹി ഇസ്ലാം റൂഹ് പിടിക്കുക എന്ന് പറയുന്നത്. കാരണത്തിലേക്ക് ചേർത്തിയിട്ട് മരിപ്പിച്ചു എന്ന് തന്നെ അല്ലാഹു തആല പറഞ്ഞത്. വറഅത്തു ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹാ ഹീന ഹമലത്ത് ബിഹി മലായികത സമാഇ മദദാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഹാസ് എന്ന നിലക്ക് ആകാശത്തിൽ നിന്ന് സംഘമായി മലായികത്ത് വരുന്നത് കാണുമായിരുന്നു. ഇർഹാസ് എന്ന് പറയുന്നത് ഒരു നബിക്ക് തൻ്റെ നുബുവത്തിന്റെ മുമ്പ് കാണുന്ന അസാധാരണ സംഭവങ്ങൾക്ക് ഇർഹാസ് എന്നാണ് സാങ്കേതികമായി പറയാം. അതിൽപ്പെട്ടതാണ് ഉമ്മാന്റെ സ്വപ്നത്തിൽ കണ്ട ഒരുപാട് സംഭവങ്ങൾ തുടങ്ങി ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ തൊട്ട് നുബുവത്ത് വരെ ഉണ്ടായ 100 കണക്കിന് അനുഭവങ്ങൾ. അതൊക്കെ അസാധാരണ സംഭവങ്ങളാണ്. അതിനൊന്നും മുഅ്ജിസത്ത് കറാമത്ത് എന്നല്ല പറയാ, അതിൻ്റെ പേര് ഇർഹാസ് എന്ന്. വരാനിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാനത്തിലേക്ക് വിദൂര സൂചന നൽകിക്കൊണ്ട് അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. അതിൽപ്പെട്ടതാണ് തൻ്റെ പുത്രനാവുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭധാരണം നടന്നതോടുകൂടി ആകാശത്തിൽ നിന്നും സംഘമായി മലായികത്ത് വരുന്നതായി ആമിന ബീവി റളിയല്ലാഹു തആല എന്നെ കാണുമായിരുന്നു. ആമിന ബീവിന്റെ കറാമത്താന്ന് വേണമെങ്കിൽ പറഞ്ഞോളി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഹാസ് ആണ് എന്നും പറയാം. ആമിന ബീവി കറാമത്തുണ്ടാകാൻ മാത്രം യോഗ്യതയുള്ള വലിയ മഹദിയാണ്, ആരും തർക്കില്ല. കാരണം ജാഹിലിയ കാലത്ത് തന്നെ അള്ളാഹു ഒരുവനാണെന്നും അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നും ഈ മക്കക്കാരാവുന്ന ജാഹിലിയങ്ങൾ ആയിരക്കണക്കായ ബിംബങ്ങൾക്ക് പൂജിക്കുന്നത് മുഴുവനും തെറ്റാണെന്നും അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെതിരാണെന്നും വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ. പക്ഷെ നിക്കാരും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും അറിയില്ല ഇല്ലാണോ. അതുകൊണ്ട് അവരാരും കുറ്റക്കാരുമല്ല. അത് പിന്നെ ശരീഅത്ത് വന്നതിന് ശേഷമേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ തൗഹീദിൽ വിശ്വസിക്കുകയും ഷിർക്കിനെ നഖശികാന്തം എതിർക്കുകയും ചെയ്ത് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ സമയത്ത് അബവായിൽ രോഗിയായി കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഓമന പുത്രൻ 6 വയസ്സായ കുഞ്ഞിനെ അടുത്ത് വിളിച്ചുകൊണ്ട് വസിയത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ മഹദിയായിരിക്കുന്ന ആമിന റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മകനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗക്കാരാണ് നമ്മൾ, ഹനീഫിയാണ് നമ്മളുടെ പ്രസ്ഥാനം. അതുകൊണ്ട് വല്ലാഹി അൻഹാക അനിൽ അസ്നാമി, നമ്മുടെ നാട്ടിൽ തിരിച്ചു ചെന്നാൽ ഒരുപാട് ബിംബത്തിന് പൂജിക്കപ്പെടുന്നത് നിനക്ക് കാണാം. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, മോനെ, ഒരിക്കലും ആ ബിംബത്തിന് പൂജിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മോൻ പെട്ടുപോകരുത്. മരിക്കുന്ന സമയത്ത് വസിയത്ത് പറഞ്ഞു മരിച്ചത് ആമിന ബീവി. എന്നിട്ട് ആ ആമിന ബീവി കാഫറാണെന്നോ നരകത്തിലാണെന്നൊക്കെ പറയാൻ നാവ് പൊന്തുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് അന്ന് നബി എന്നിട്ടില്ല. 3000-ഓളം കൊല്ലം മുമ്പ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നത്. അതിൻ്റെ ശേഷം അവിടെ നബിമാരില്ല, കിതാബില്ല, വേറെ പ്രവാചകന്മാരും വന്നിട്ടില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരി പെൺകുട്ടി 16-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. 6 കൊല്ലാ പിന്നെ ജീവിച്ചത്. അള്ളാഹു കാക്കട്ടെ. അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആമിന ബീവിയെയും ഈ അബ്ദുള്ള എന്നവരെയും ഈ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തേക്ക് ജന്മം കൊള്ളുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന് പടച്ചതാ, വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് വീട് കൂടി 3 ദിവസം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ച് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന അടുത്ത ആഴ്ച തന്നെ അബ്ദുള്ള എന്നവർ ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അന്ന് 2 മാസം വേണം കച്ചവടത്തിന് പോയി തിരിച്ചു വരാൻ. ആ 2 മാസം തികയുമ്പോൾ മദീനയിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ മരിക്കായിന്ന്. പിന്നെ ആ ഭാര്യയെ കണ്ടിട്ടില്ല, അതിൻ്റെ ആവശ്യം അല്ലാഹു തആലക്കില്ല. ആകെ ഈ ഒരൊറ്റ ധർമ്മമായിരുന്നു ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല വെച്ചിരുന്നത്. അതുപോലെ തന്നെ ആമിന ബീവി കുട്ടിക്ക് 6 വയസ്സ് വരുന്നത് വരെ ഓമനിച്ച് ലാളിച്ച് വളർത്തി പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തിയപ്പോ തൗഹീദിന്റെ സന്ദേശം കൊടുത്ത് ഷിർക്കിലേക്ക് എൻ്റെ മോനെ നീ പോകല്ലേ എന്ന് വസിയത്തും ചെയ്ത് ഈ ലോകത്തിന് നന്ദിയാത്ര ചെയ്തു ആമിന ബീവി റളിയല്ലാഹു തആല. അതിൻ്റെ മുമ്പും പിമ്പും വേറെ വിവാഹം നടത്തിയിട്ടില്ല, വേറെ കുട്ടികളും ഉണ്ടായിട്ടില്ല, വേറെ ഒരു ധർമ്മവും അവർക്കില്ല. ഇതിനു വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുക്കുമ്പോൾ അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, മനുഷ്യകുലത്തിൽ അറബിയും അജ്മിയുമായി 2ആയി വിഭജിക്കപ്പെട്ടപ്പോൾ അജ്മികളെക്കാൾ ഖൈർ അല്ലാഹു തആല അറബികളിൽ വെച്ചു.
അറബികളെ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ അദ്നാനികളും അല്ലാത്തവരുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഖൈറായ അദ്നാനികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വരുത്തി. പിന്നെ ഈ അദ്നാനികളായ അറബികൾ ഖുറൈശിയും അല്ലാതെയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ അക്കൂട്ടത്തിലെ ഖൈറായ ഖുറൈശികളിൽ അല്ലാഹു തആല എന്നെ ഉൾപ്പെടുത്തി. ഖുറൈശികൾ പലതായി വിഭജിക്കപ്പെട്ടപ്പോൾ അതിലെ ഖൈറായ ബനൂ ഹാഷിമിൽ അല്ലാഹു തആല എന്നെ പെടുത്തി. ബനൂ ഹാഷിമിൽ ഏറ്റവും ഖൈറായവൻ ഞാനാണ്. അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. അല്ലാഹു തആല ഖൈറായവരെ തെരഞ്ഞെടുത്തവരിലൂടെ ഖൈറായിട്ടാണ് ഞാൻ ഈ ലോകത്ത് വന്നത്. അത് വരുത്താൻ വേണ്ടിയിട്ട് എത്രയോ മുഅ്മിനീങ്ങൾ അക്കാലത്ത് ജീവിച്ചിരുന്നിട്ട് മഫ്തറക നാസു ഫിർഖതൈനി ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമാ, മനുഷ്യൻ രണ്ടായി എപ്പോഴൊക്കെ വിഭജിക്കപ്പെട്ടോ അക്കൂട്ടത്തിൽ ഖൈറായവരുടെ കൂട്ടത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാഫിറും മുഅ്മിനും വരുമ്പോ മുഅ്മിനാണ് ഖൈർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഖൈറിലാണ് വരിക എന്ന് പറയാൻ എന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ ഖിയാമത്ത് നാൾ വരെ തൗഹീദ് ഉണ്ട് എന്ന് ഖുർആൻ നമ്മളോട് സംസാരിച്ചതാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മക്കൾ പരമ്പരയിൽ തൗഹീദിന്റെ സന്ദേശം ഖിയാമത്ത് നാൾ വരെ ഞാൻ നിലനിർത്തിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാ. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കൾ പരമ്പരയിൽ മൂമിനീങ്ങൾ എന്നും ഉണ്ടാവുമല്ലോ. രണ്ടായി പിരിയുമ്പോൾ ആ ഖൈറിന്റെ കൂട്ടത്തിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ മൂമിനും കാഫിറും കൂടുന്ന കൂട്ടത്തിൽ കാഫിർ ഖൈറാവോ മൂമിനെ കാട്ടിലോ? ഇല്ലെങ്കിൽ നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും ഉപ്പാപ്പമാരും മൂമിനാവണ്ടേ? ബഹുമാനപ്പെട്ട ഉമ്മ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമീപിച്ച് ചെന്നു. ധാരാളം നബിമാർ വഹും യഖൂലൂന ലഹാ, ആ വരുന്ന നബിമാരെല്ലാം ആമിന ബീവിയോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇദാ വളഅതി, ആമിന നീ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഷംസൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിൻ്റെയും ഇഹലോക വിജയത്തിൻ്റെയും സൂര്യസമാനനായിരിക്കുന്ന പുത്രൻ നിങ്ങൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദ, കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്ന് അമ്പിയാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ട് ഉപദേശിക്കുമായിരുന്നു. ഈ കണ്ടത് ഉണർച്ചയിലാണോ, അതല്ല ഉറക്കിലാണോ, അതല്ല മയക്കത്തിലാണോ എന്ന് മൂന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഏതായാലും അവർ കണ്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം, ചിലപ്പോൾ മയക്കത്തിലായിരിക്കാം, ചിലപ്പോൾ ഉണർച്ചയിൽ തന്നെയും ആവാം. മൂന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടവരുണ്ട്. എങ്ങനെയായാലും വേണ്ടില്ല, കണ്ടു. ഖാലല്ലാഹു അസ്സ വജൽ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്സ വജല്ല, അത് അള്ളാഹിന്റെ പേര് നബി തങ്ങളുടെ പേര് വെക്കുമ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി പറയുന്നുണ്ട്. എന്നതുപോലെ അള്ളാഹുവിനെ തഅദീമാക്കി കൊണ്ട് പറയുന്ന വാക്കാണ് അസ്സ വജല്ല. അല്ലാഹു തആല അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവനും ജലീൽ അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനുമാവുന്നു. അസ്സ വജല്ല, മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ പ്രതാപിയും അങ്ങേ അറ്റത്തെ മഹത്വമുള്ളവനുമാവുന്നു. അത് അള്ളാഹിന്റെ പേര് പറയുമ്പോൾ അള്ളാഹിനെ തഅദീമാക്കാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റാ അസ്സ വജല്ല. ലഖദ് ജാഅക്കും, സത്യമായിട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു, റസൂലുൻ, മഹാനായ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞു, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു മഹാനായ പ്രവാചകൻ. എന്താന്ന് വെച്ചാൽ മലക്കുകളിൽ നിന്നിട്ട് അള്ളാഹ്ക്ക് അയക്ക, ജിന്നുകളിൽ നിന്നിട്ട് അയക്ക, ഇങ്ങനൊക്കെ നബിമാരെ അയക്കുക. പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടാവും, പ്രായോഗിക വിഷമങ്ങളുണ്ടാവും. ഒരു വിഷമവും ഇല്ലാതെ നിങ്ങളെപ്പോലത്തെ മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു റസൂലിനെ ഞാൻ തന്നു. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് ഉണ്ട്, മിൻ അൻഫസിക്കും, ഫാഇന് ഫത്ഹായിട്ട്. പക്ഷേ അത് തഫ്സീറിന്റെ സ്ഥാനേ ഉള്ളൂ, ഖുർആൻ എന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആള് എന്ന്, അംഫസ് എന്ന് പറഞ്ഞാൽ അതാ ഏറ്റവും നഫീസായ, വിലയേറിയ, ഏറ്റവും മുന്തിയ ആള്. ആ അർത്ഥം തഫ്സീറായിട്ട് ഓക്കെ ഇബ്നു അബ്ബാസിന്റെ ഖിറാഅത്താണ്. എന്താണ് മഹാനവറുകളുടെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമകരമാവുന്ന കാര്യങ്ങളൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രയാസവും ഞെരുക്കവുമാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് എന്ത് പ്രയാസം വരുന്നു സഹിക്കാൻ കഴിയില്ല. അത്രയും ഉമ്മത്തിനോട് സ്വന്തം പെറ്റ ഉമ്മയെക്കാളും വാത്സല്യമാണ്. നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുന്നതും അവിടത്തേക്ക് സഹിക്കാൻ കഴിയില്ല. 20 റക്അത്ത് തറാവീഹ് 2 ദിവസമല്ലേ 3 ദിവസമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുള്ളൂ. ബാക്കിയുള്ള ദിവസം നിസ്കരിക്കാൻ പൂതിണ്ടായിരുന്നു.
പക്ഷേ ആളുകൾ ആവേശത്തോടു കൂടി ഇങ്ങോട്ട് തടിച്ചുകൂടി പള്ളിയും പരിസരവും ജനനിബിഡമായി. നാലാമത്തെ ദിവസമായപ്പോക്ക് നബി തങ്ങൾ പുറത്തിറങ്ങിയില്ല. വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഓർഡറും ചെയ്തിണ്. വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഓർഡർ ചെയ്തിണ്. സൂറത്തുൽ ഹുജറാത്തിലൂടെ പറഞ്ഞില്ലേ, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. എപ്പോഴോ നബി തങ്ങൾ വീട്ടിൽ നിന്ന് സ്വമേധയായി ഇറങ്ങി വരുന്നത് വരെ മിണ്ടാതിരുന്നോളണം, അതാണ് ഖൈർ. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഖിലൂൻ. പുറത്തുനിന്ന് അങ്ങ് വീട്ടിനകത്ത് വിശ്രമിക്കുമ്പോൾ മുറ്റത്ത് വെച്ച് തങ്ങളെ വിളിക്കുന്നവൻ നാക്കാലിക്ക് സമാനം ബുദ്ധിയില്ലാത്തവനാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. സാധാരണ മനുഷ്യനാണെന്നൊക്കെ പറയണവർ മനസ്സിലാക്കുന്നത് നന്നത്. പുറത്തുനിന്ന് ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് മുറ്റത്ത് വെച്ച് നബി തങ്ങൾ വീട്ടിലാണ്, അത്യാവശ്യ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്ന നാക്കാലികളെ പോലെ ബുദ്ധിയില്ലാത്തവനാണ്. എത്ര പ്രയാസം സഹിച്ചാലും അവിടുന്ന് സ്വമേധയായി ഇറങ്ങി വരുന്നത് വരെ ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ കാന ഖൈറൻ ലഹും. അപ്പൊ ഉള്ളിൽ നബി തങ്ങളുണ്ടെന്ന് സാഹിബക്കൊക്കെ അറിയാം, വിളിക്കാൻ പാടില്ല. ഇവര് പിന്നെ ആളിവിടെ ഉണ്ട് എന്ന് അറിയിക്കുമ്പോഴാണല്ലോ അങ്ങനെ ചിലവരിങ്ങനെ സാഹബാക്കളിൽ ചിലരൊക്കെ ഇങ്ങനെ കുറച്ച് മരടനക്കിയിട്ടും കൂറ്റനക്കിയിട്ടും ചുമച്ചിട്ടും ഒക്കെ നിങ്ങൾ സുബൈ ഒരേ ഒന്നില്ല എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്, പക്ഷെ നിങ്ങളുടെ ഈ ആവേശം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഒരു പക്ഷേ അള്ളാഹു തആല അതൊക്കെ ഫർളാക്കി പോയെങ്കിലോ, പിന്നെ നിങ്ങളുടെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് അത് നിത്യമായി കൊണ്ടിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരാവുമല്ലോ, നമുക്കൊരു പ്രയാസം വന്നു പോകും എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ നിസ്കാരം നിങ്ങളൊക്കെ ഓരോരുത്തർ സൗകര്യം പോലെ വീട്ടിൽ നിസ്കരിച്ചോളൂ, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. ജമാഅത്തിന്റെ കൂലി ഒറ്റ നിസ്കരിച്ചാൽ കിട്ടൂല എന്ന് ഉറപ്പാണ്. എങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ട് വരുമോ എന്ന് പേടിച്ച് ഹദീസിൽ കാണാം, ചിലപ്പോൾ നീട്ടി നിസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കും. നിസ്കാരം തുടങ്ങുമ്പോൾ ആ കുട്ടീൻ്റെ കരച്ചിലേക്കുക, അതിൻ്റെ ഉമ്മാക്ക് ഇപ്പം എത്ര വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വേഗം നിസ്കരിച്ച് തീർക്കും. ഇത്രയും ചെറിയ പ്രശ്നങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ. അതുകൊണ്ടാണ് സ്വന്തം മാതാവിനും പിതാവിനും പോലും ഒരു കാര്യത്തിലും, ദുന്യവിയായ കാര്യത്തിലായാലും ദീനിയായ കാര്യത്തിലായാലും മുഖ്റവിയായ കാര്യത്തിലായാലും പെറ്റ ഉമ്മാക്കും ബാപ്പാക്കും ഇല്ലാത്ത അത്രയും വാത്സല്യവും സ്നേഹവുമാണ് നബി തങ്ങൾക്ക് നമ്മളോട്. നമ്മുടെ എന്ത് പ്രയാസവും അവിടത്തേക്ക് സഹിക്കാൻ കഴിയില്ല. പ്രയാസം എന്ന് കേൾക്കുമ്പോഴേക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അശ്രയിന്ന് അവസാനം എല്ലാവരും കൂടി ലാസ്റ്റ് വന്നിട്ട് നബിയെ ഞങ്ങൾ വിഷമത്തിലാണെന്ന് ഒറ്റ വാക്ക് പറയുമ്പോൾ അവിടുന്ന് ചാടി എഴുന്നേറ്റ് അനലഹ, ഞാൻ നിങ്ങളെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണുള്ള ആള് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അള്ളാഹുവിന് സുജൂദിലായി വീഴുന്നു. രണ്ടു വട്ടം ആലോചിക്കുന്നില്ല. കാരണം നമുക്ക് പ്രയാസമാണെന്ന് കേട്ടുകൂടാനും തങ്ങൾക്ക്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമാവുന്ന കാര്യം അവിടത്തേക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും വലിയ വാത്സല്യമാണ് ഉമ്മത്തുകളാവുന്ന നമ്മളോട്. മാത്രമല്ല ഹരീസുൻ അലൈക്കും, നിങ്ങൾ നന്നാവണമെന്ന് അത്യാഗ്രഹമുള്ളവരാണ്. എപ്പോഴും നമ്മൾ നന്നാവണം 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 എന്നുള്ള, നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും കുറെ ആളുകൾ ഈമാൻ കൊള്ളാതെ കാഫറായി ജീവിക്കുന്നത് കണ്ടിട്ട് പടച്ചോനെ ഇവരൊക്കെ കാഫറായി ജീവിച്ച് മരിച്ചു പോയാൽ അറ്റമില്ലാത്ത കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് മനസ്സ് വേദനിച്ച് അങ്ങ് അറ്റാക്കായി മരിച്ചു പോവുമോ, അങ്ങനെയൊന്നും വിഷമിക്കണ്ട നബിയെ എന്ന് അള്ളാഹു തആല ഉപദേശിക്കുന്നിടത്തോളം എത്തി. ഇത് മോമിനീങ്ങളെ പറ്റിയല്ല ഈ പറയുന്നത്. കാഫിരീങ്ങളായ ആളുകൾ പടച്ചോനെ അവരെന്നൊന്നും നരകത്തിൽ കാലാകാലം കടക്കേണ്ടി വരുമല്ലോ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്നും നന്നായി കിട്ടിയെങ്കിൽ എന്ന് സ്വന്തം ശരീരം ആശപ്പെട്ടു പോകുമാർ അത്രയും ദുഃഖമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈമാൻ കൊള്ളാതെ പോകുന്ന വിഷയത്തിൽ. അതോടുകൂടി ബിൽ മുഅ്മിനീന, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച സത്യവിശ്വാസികളെ കൊണ്ട് റഊഫുൻ, ദുനിയാവിലും ആഖിറത്തിലും അങ്ങേ അറ്റത്തെ കാരുണ്യവും വാത്സല്യവും ഉള്ളവരാണ്. റഫത്ത്, മാതാക്കൾക്ക് മക്കളോടുണ്ടാവുന്ന വാത്സല്യത്തിനപ്പുറം ഇഹലോകത്തും പരലോകത്തുമുണ്ട്. പ്രത്യേകിച്ച് റഹീം, മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ മാത്രമായി പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനുമാണ്. ദുന്യാവിൽ എല്ലാവർക്കും ഒരുപോലെയാണ്, എന്നാൽ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ മറിച്ചാണ്. അള്ളാഹിനെ പറ്റി റഹ്മാനും റഹീമും എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അള്ളാഹു തആല പറഞ്ഞത് റഊഫുർ റഹീം എന്നാണ്. ആ റഹ്മാൻ പറഞ്ഞ സ്ഥാനത്താണ് ഇവിടെ റഊഫ്, അഥവാ ദുന്യാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങളോട് അങ്ങേ അറ്റത്തെ സ്നേഹ വാത്സല്യവും കാരുണ്യവും ഉള്ളവരാണ്. റഹീമുൻ, മുഅ്മിനീങ്ങളോട് മാത്രം ആഖിറത്തിൽ പ്രത്യേകം. കാരണം എന്താ, അവിടുത്തെ ശഫാഅത്തൊക്കെ മുഅ്മിനീങ്ങൾക്കാണ്.
5 തരം ഷഫായത്ത് പറഞ്ഞല്ലോ നമ്മള് അല്ലേ? അവിടെ പറഞ്ഞത് അവിടെ അല്ല അല്ലേ? ആ ടൈപ്പ് പറയാൻ സമയമില്ല, മുമ്പ് പറഞ്ഞതിന് 5 തരം ഷഫായത്തുണ്ട്. ഈ 5 തരം ഷഫായത്തിൽ ഒന്നാമത്തെ ഷഫായത്താവുന്ന മഖാമും മഹ്മൂദ് പിന്നെ എല്ലാവർക്കുമാണ് ഷഫായത്ത്. ഈ വിചാരണക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫായത്ത് അത് കഴിഞ്ഞാൽ ബാക്കി 4 മോമിനിങ്ങൾക്ക് മാത്രമാണ്. മോമിനല്ലാത്ത ആർക്കും ഒരു ഷഫായത്തും പിന്നില്ല. നരകത്ത് കടക്കാതെ രക്ഷിക്കാനോ നരകത്ത് കടന്നവരെ രക്ഷിക്കാനോ ഒന്നും പിന്നെ ഷഫായത്ത് മോമിനല്ലാത്തവർക്കില്ല. അപ്പൊ ആഖിറത്തിൽ റഹീമാണ്, അതോടുകൂടി ദുന്യാവിലും ആഖിറത്തിലും മോമിനീങ്ങൾക്ക് റഊഫുമാണ്. അങ്ങനെ റഊഫും റഹീമും എന്ന് പറയും. അള്ളാഹും റഊഫും റഹീമുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റഊഫും റഹീമുമാണ്. രണ്ടും ഒരുപോലെയല്ല കേട്ടോ. അള്ളാഹു റഊഫാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സ്വയം റഊഫാണ്. അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞാൽ സ്വയം അള്ളാഹു റഹീമാണ്. അത് വേറൊരാൾ ഉണ്ടാക്കിയിട്ടല്ല, വാജിബാണ്. അതേസമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫാണെന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്ത സിഫത്താണ് റഊഫ് എന്ന് പറയുന്നത്. റഹീം എന്ന് പറയുന്നത് അള്ളാഹു തആല നബി തങ്ങൾക്ക് കൊടുത്ത സിഫത്താണ്. നബി തങ്ങൾക്ക് സ്വന്തമുള്ളതല്ല, മറിച്ച് അള്ളാഹു റഊഫ് എന്നയും റഹീം എന്നയും സിഫത്ത് ഗുണം അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാനമായി കൊടുത്തതാണ്. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. എന്നാൽ അള്ളാഹുവിന് വേറൊരാൾ കൊടുത്തതല്ല, സ്വയം ഉള്ളതാണ്, വാജിബുൽ വുജൂദ്. ഈ വ്യത്യാസമുള്ളൂ. أنه قال روي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 أيام. ആദം നബി അലൈഹിസ്സലാം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആലം മലക്കൂത്ത് എന്ന് പറയുന്ന അദൃശ്യ ലോകത്ത് ഞാൻ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ? 2000 കൊല്ലൊന്നുമല്ല, എണ്ണമില്ലാത്ത കൊല്ലം അള്ളാഹുക്ക് തസ്ബീഹ് ഉണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് എന്ന പേര് ഖുർആൻ തന്നെ നബി തങ്ങൾക്ക് പ്രഖ്യാപിച്ചത്. പക്ഷെ എങ്ങനെ 2000 കൊല്ലം? യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറ് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയും അത് ഏറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മലായികത്ത് തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുന്ന രീതിയിൽ 2000 വർഷം ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് തുടങ്ങി. എങ്ങനെ? തിരുനബി തങ്ങളുടെ നൂറ് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയും മലായിക്കത്ത് അത് ഏറ്റ് ചൊല്ലുകയും ചെയ്യുന്ന രീതിയിൽ. മലക്കുകളൊക്കെ പടക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ നൂറുണ്ട്. അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അഹ്മദ് എന്ന പേര് സത്യമായി വരുന്നത്. അഹ്മദ്, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സുവിശേഷം നൽകുന്നിടത്ത് പറയുന്നതാണ്, ഞാൻ ഇവിടുന്ന് പോകുന്നത് മുബശ്ശിറൻ ബിറസൂൽ, ഒരു മഹാനായ പ്രവാചകനെ കൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ടാണ്. എന്താണ്? ആരാണ് പ്രവാചകൻ? ഇസ്മുഹു അഹ്മദ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് വരിക. ഏറ്റവും കൂടുതൽ സ്തുതിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം സ്തുതിച്ച ഒരാളില്ലാതിരിക്കണ്ടേ? ജിബ്രീൽ അലൈഹി സ്വലാമിനെയും പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ആരുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട തിരുനബി തങ്ങളുടെ നൂറുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തില്ല? കൂട്ടത്തിൽ മലായിക്കത്തെ ഏറ്റ് ചൊല്ലുന്നില്ല. ആദം നബി അലൈഹി സ്വലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷം മുമ്പുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് തസ്ബീഹ് ചൊല്ലുന്നു, ആ തസ്ബീഹ് ഏറ്റു ചൊല്ലിക്കൊണ്ട് മലായിക്കത്തും ചൊല്ലുന്നു. അങ്ങനെ 2000 വർഷം. ചിലര് 40,000 വർഷം എന്ന് കാണാം, ചിലപ്പം 70,000 വർഷം എന്ന് കാണാം. അതൊന്നും എതിരല്ല, ഒന്നൊന്നിനെതിരല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഹ്മദ് എന്ന വാക്ക് സാധ്യമാവുന്ന സത്യമാവുന്ന ഏക സൃഷ്ടി. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചത് കാരണം അള്ളാഹു ആദ്യം പഠിച്ചത് ആ നൂറാണ്. അന്ന് തന്നെ അള്ളാഹുവിനെ സ്തുതിക്കാൻ തുടങ്ങിയതുമാണ്. ഇത് ഈ ഹദീസാണ് പൂർത്തിയാക്കുക. അല്ലാതെ അല്ലാഹു തആല ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ, പടച്ചപ്പോൾ എന്നർത്ഥം വെക്കണ്ടട്ടാ. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ എന്നല്ല, മാദിയായ ഫീലാണെങ്കിലും പടക്കാൻ ഉദ്ദേശിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഖുർആനിലും ഹദീസിലും ഒക്കെ വരുന്നതാ. ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, ഇദാ ഖുംതും ഇല സ്വലാത്തി, നിസ്കരിക്കാൻ നിങ്ങൾ നിന്നിട്ട് വുദൂ എടുത്തോളീന്ന. അങ്ങനെയല്ല, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ വുദൂ എടുത്തോളീന്ന. അവിടെ ഇദാ ഖുംതും തന്നെ പറഞ്ഞത്, മാദിയായ ഫീൽ തന്നെയാണ്. പക്ഷേ അത് ഇറാദത്തിന്റെ അർത്ഥത്തിനാണ്. ആ അർത്ഥം തന്നെയാണ് ഇവിടെ. ആദം നബി അലൈഹി സ്വലാമിനെ പടക്കാൻ അല്ലാഹു തആല വേണ്ടി വെച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ പടക്കാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണിന്റെ കൂട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കുന്ന മണ്ണും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി. പിന്നീട് ഫഹബതനി അല്ലാഹു ഫീ സുൽബി ആദം അലൈഹി സ്വലാമിൽ അർള്,
ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ എന്നുള്ള ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഭൂമിയിലേക്ക് ഞാനും ഇറങ്ങി, എന്നെയും അല്ലാഹു തആല ഇറക്കി. വജഅലനി ഫി സഫീനത്തി ഫി സുൽബി നൂഹ് അലൈഹി ഇസ്ലാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലിൽ കയറിയപ്പോൾ പിതാവ് എന്ന നിലക്ക് ആ കപ്പലിൽ ബഹുമാനപ്പെട്ട എൻ്റെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ എൻ്റെ ആത്മാവും അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ ഭാഗവും ഉണ്ടായിരുന്നു. ജീനെന്ന് ഇപ്പൊ പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല. അന്നൊന്നും ജീൻ അറിയാത്ത കാലമാണ്. പാപ്പാന്റെ ജീൻ തന്നെയാണല്ലോ മക്കൾ. ഇനി എത്ര ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്നിട്ട് ഉത്ഭവിച്ചതല്ലാത്ത ജീനുകളൊന്നും പുതിയതായിട്ടുണ്ടാകുന്നില്ല എന്ന്, അതിലൊരു മാറ്റം വരെ വരുത്താൻ കഴിയില്ല എന്ന്. ആ ജീനായിരിക്കാം പണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ മുതുകിൽ നിന്നിട്ട് മക്കളൊക്കെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ് കോശാവസ്ഥയിൽ ജീനുകളായിട്ട് പുറപ്പെടുവിച്ചു. ആ ജീനിന്റെ കൂട്ടത്തിൽ ആരതും ഉണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ പറഞ്ഞത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖുദിഫ ബിഹി ഫിന്നാർ, നരക തീകൊണ്ടാരത്തിലേക്ക് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ എൻ്റെ നൂറ് ഉണ്ടായിരുന്നു. വലം യസൽ യൻഖുലുനി റബ്ബി, അങ്ങനെ അല്ലാഹു തആല ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു എന്നെ. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, ആദരണീയരായ മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ മുതുകിലൂടെ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, വിശുദ്ധകളും പുണ്യവതികളുമാവുന്ന മാതാക്കളുടെ ഗർഭാശയങ്ങളിലേക്ക് നിരന്തരം മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം തൊട്ട് അബ്ദുള്ള വരെയും ഹവ്വാ റളിയല്ലാഹു തആല തൊട്ട് ആമിന ബീവി വരെയുള്ള ഉമ്മമാരും വാപ്പമാരും മുഴുവനും ബഹുമാന്യരും ആദരണീയരും വിശുദ്ധരുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ചരിത്രത്തിൽ വസ്തുതാപരവുമാണ്. പിന്നെ ആകപ്പോൾ പ്രശ്നം വരിക, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പ ആസർ കാഫിറായിരുന്നല്ലോ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അത് അദ്ദേഹത്തിന് പോറ്റുപിതാവാവുന്ന പിതൃവ്യനാണ് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പൻ്റെ പേര് താറഹ് എന്നാണ്. ആസർ എന്നത് പോറ്റുപിതാവാവുന്ന പിതൃവ്യന്റെ പേരാണ്. പിതൃവ്യന് അബ് എന്ന് പറയും, വാലിദ് എന്ന് പറയില്ല. വാലിദ് എന്ന് വാപ്പാക്കേ പറയുള്ളൂ. അവസാന കാലത്ത് വാലിദാവുന്ന താറഹ് നേരത്തെ വഫാത്തായിപ്പോയി, ഉമ്മയും വഫാത്തായിപ്പോയി. പിൽക്കാലത്ത് കാഫറായിക്കൊണ്ട് തന്നെ ആസറും മരിച്ചു. ആസർ മരിച്ചപ്പോൾ വലമ്മ തബയ്യന അന്നഹു അദുവുല്ലാഹി തബറഅ മിൻഹു, ആസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒഴിവായി. അതേ സമയത്ത് മരണത്തിന്റെ തൊട്ട് സമീപത്തെത്തിയതിന് ശേഷം കഅബ ഷരീഫ് വാർദ്ധക്യത്തിലെത്തിയതിന് ശേഷം മക്കളുണ്ടായതിന് ശേഷം കഅബ ഷരീഫ് പണിത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എൻ്റെ ഉമ്മ വാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്ത് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആസറിനെ പറ്റി അല്ലാഹു തആല എന്താ പറയുന്നത്? ഫലമ്മാ തബയ്യന അന്നഹു അദുവുല്ലാഹി തബറഅ മിൻഹു, ആസർ കാഫിറായി മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടവൻ തബറഅ മിൻഹു, പിന്നെ അയാൾക്ക് പ്രാർത്ഥിക്കുന്നത് നിന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒഴിവായി. അപ്പൊ ആസർ അബ് മാത്രമാണ്, വാലിദല്ല. വാലിദിന് മരണം വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിരുന്നു. വാലിദ് താറഹാണ്, താറഹ് മൂമിനാണ്. അപ്പൊ മൂമിനല്ലാത്തവരാരും ആ കൂട്ടത്തിലില്ല. ഓക്കെ. ولم يزل ينقلني ربي من الأسراب الكريمة الفاخرة إلى الرحم الزكية الطاهرة حتى أخرجني الله من بين أبوي, എൻ്റെ പ്രിയപ്പെട്ട പിതാവാവുന്ന അബ്ദുള്ള എന്നവരിൽ നിന്നും പ്രിയപ്പെട്ട മാതാവാവുന്ന ആമിന ബിബി റളിയല്ലാഹു തആല നിന്നും എന്നെ ഈ ഭൂമിയിലേക്ക് പുറപ്പെടുവിക്കുന്നത് വരെ വിശുദ്ധരും മഹാന്മാരുമായ മാതാപിതാക്കളിലൂടെയാണ് അല്ലാഹു തആല എന്നെ കൊണ്ടുവന്നത്. വലം യൽതഖിയ, ഈ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പരമ്പര ഒരിക്കലും കൊണ്ടെത്തിച്ചിട്ടില്ല. അലാ സിഫാഹിൻ ഖത്തു, അലാ സിഫാഹിൻ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ഒരു ബന്ധത്തിൻ്റെ മേൽ ഒരിക്കലും വന്നിട്ടില്ല. വ്യഭിചാരം എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് നിഷിദ്ധമായതും പൂർവ്വകാലങ്ങളിൽ സർവ്വവ്യാപകമായി അനുവദനീയമായി കണ്ടിരുന്നതുമായ ഒരു അനാശാസ്യ ബന്ധത്തിലും എൻ്റെ മാതൃപിതൃ പരമ്പര ഒരിക്കലും ടച്ച് ചെയ്തിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറയുന്നു. വിഭജിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പഴയകാലത്ത് കൊടികുത്തിയിട്ടുള്ളൊരു ഏർപ്പാടുണ്ട്. അതുപോലെ തന്നെ വാപ്പ മരിച്ചാൽ വാപ്പാൻ്റെ രണ്ടാം ഭാര്യയെ മൂത്ത മകൻ വേൾക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്.
അതുപോലെ തന്നെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒന്നിച്ചൊരാൾ വെളുക്കുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. ഇങ്ങനെയുള്ള അന്നനുവദനീയമായിരുന്നതും പിൽക്കാലത്ത് നിഷിദ്ധവുമായിരിക്കുന്ന എല്ലാ ബന്ധത്തിനും സഫാഹ് എന്നാ പറയാ. ഈ സഫാഹ് ഒരിക്കലും വന്നിട്ടില്ല. മറിച്ച് ഇസ്ലാം ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ ദൃഷ്ടിയിൽ ഹലാലായ ശുദ്ധമായ ബന്ധത്തിലൂടെ വിശുദ്ധരും മഹാന്മാരുമായ മാതാപിതാക്കളിലൂടെ മാത്രമാണ് എൻ്റെ സഞ്ചാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.